ഹലോ അസ്സലാമു അലൈക്കും. കുറേ കാലത്തിന് ശേഷമാണ് ഒരു റെസിപ്പിയുടെ വീഡിയോ ഇടുന്നുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ദഹിവട. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ദഹിവട ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് സ്ട്രേറ്റ് വേ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്നാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് ദഹിവടക്കുള്ള ആ ഒരു രൂപത്തിൽ കിട്ടുക. അതിലേക്ക് ഒരു നല്ലൊരു വലുപ്പത്തിൽ, ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും ഒരു പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത്. അതായത് ഈ ഒരു രൂപത്തിൽ ബാറ്റർ ഈ ഒരു രൂപത്തിലാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ദഹിവടക്കുള്ള തയ്യാറാക്കാം. അതായത് തൈര് റെഡിയാക്കാനാണ്. അപ്പോൾ 1 ലിറ്റർ കട്ട തൈര്, മിൽക്കി മിസ്റ്റിൻ്റെ കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഇപ്പം എനിക്ക് പഞ്ചസാര ഇടുന്നതാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാറില്ല. അതിഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കുറച്ച് കുറയ്ക്കുക കേട്ടോ. ഉപ്പ് നിങ്ങളുടെ രീതിയിലിടാം, പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ കുറേ കാലത്തിന് ശേഷം റെസിപ്പി വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ കമൻറ്റിലൊന്ന് ചോദിക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ ഇത്തിരി നെയ്യ് ഒഴിച്ച് അതിലേക്ക് നല്ല ജീരകവും അതുപോലെ തന്നെ വറ്റൽ മുളകും ഇട്ടിട്ട് ഇതിനെ മൂപ്പിച്ചിട്ട് എടുക്കണം. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ സീസണിങ് ആണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ഇഞ്ച് നീളത്തിൽ ഗാർലിക്കും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും, എന്നിട്ട് നമുക്കതൊന്ന് നമ്മുടെ ഈ പാത്രത്തിലോട്ടേക്ക് നമ്മൾ നേരത്തെ തൈര് മിക്സ് ചെയ്തില്ലേ, അതിലോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇത്തിരി വെള്ളം, കുറച്ചൊന്ന് തൈര് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമ്മൾക്ക് വട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ വട നമ്മൾ ചുടുന്ന പോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒന്നെങ്കിൽ നടുവിൽ ഹോൾസ് വരുത്താം, ഇല്ലെങ്കിൽ ഹോൾസ് വരുത്താതെയും ചുട്ടെടുക്കാം. ഇത് ചുടുന്നുള്ളത് എൻ്റെ ഉമ്മയാണ് കേട്ടോ, ഞാനല്ലേ. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഞാൻ ഭയങ്കര സൗണ്ട് പതുക്കെയാണല്ലോ സംസാരിക്കുന്നുള്ളത്, മോൻ ഉറങ്ങുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു മോരും വെള്ളത്തിൽ കുറച്ച് തൈരെടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് മോരാക്കിയാലും കുഴപ്പമില്ലെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള മോരെടുത്തിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെക്കാം. ആ സമയത്ത് നമുക്ക് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൗഡർ ഉണ്ടാക്കണം. നോർമലി ചാട്ട് മസാല ഇട്ടാലും കുഴപ്പമില്ല. ചാട്ട് മസാലയുടെ കുത്ത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഒരു അര സ്പൂണ് കായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് കായത്തിൻ്റെ മണം പോകുന്നത് വരെ ഇതാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഉഴുന്നുവടനെ ഓരോന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മുടെ മോരും വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്താലേ അടിയിലേക്കൊക്കെ തൈരെത്തുള്ളൂ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പൊടിയില്ലേ, കായത്തിൻ്റെയും മല്ലിയും മുളക് പൊടിയും ചേർത്ത് ആ പൊടി ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ മല്ലിയിലയും ഒന്ന് ഡെക്കറേറ്റും പിന്നെ ടേസ്റ്റിനൊക്കെ കൂടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മേലെ ബൂന്തി വേണമെങ്കിൽ ബൂന്തിയും ചേർക്കുക. നന്നായി തണുപ്പിച്ച് പിന്നെ അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പം ഇനിയുള്ള വീഡിയോസൊക്കെ എൻ്റെ ഡെലിവറി ജേണിയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഇറ്റ്സ് മീ നിഷാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.